വെൽക്കം ബാക്ക് ടു എൻചാൻഡൽ ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസർ ഖാലിദ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം 10th ലെവൽ പ്രിലിംസിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻസും ആൻസറും അതോടൊപ്പം ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു തന്നെ പോവുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? മൗലിക അവകാശങ്ങൾ. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ എന്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്? മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ട ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ഏതാണ്? മൗലിക അവകാശം ഉൾപ്പെടെയുള്ള ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ട് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതിയാണ് 24ാം ഭേദഗതി എന്ന് ഓർത്തുവെക്കുക. ഈ സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കുവാനുള്ള മൗലികാവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? അപ്പൊ സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാൻ മൗലികാവകാശത്തെ അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 44ാം ഭരണഘടനാ ഭേദഗതി. ഇനി പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 16. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 16 ആണെന്ന് ഓർത്തുവയ്ക്കുക. അടിയന്തരാവസ്ഥക്കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അടിയന്തരാവസ്ഥക്കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? 389 വകുപ്പ് പ്രകാരമാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് മൗലികാവകാശം നിഷേധിക്കപ്പെടുന്നത് 359 വകുപ്പ് പ്രകാരമാണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം എന്താണ്? 1993. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ. താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ്. പിന്നെ ആരൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എക്സ് ഒഫീഷ്യോ മെമ്പർ ആകാൻ യോഗ്യതയുള്ള ആളുകളാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആകാൻ യോഗ്യതയുള്ള ആളുകൾ ആരൊക്കെയാണ്? ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ. അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആരൊക്കെയാണ്? ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ പുരുഷ അംഗം ആര്? ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ പുരുഷ അംഗം അലോക് റവാത്ത് ആണ്. അലോക് റവാത്ത് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ പുരുഷ അംഗം. അടുത്തത്, കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരമാണ്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരമാണ് കേരളത്തിലെ വടക്കേ അറ്റത്തെ പഞ്ചായത്ത്. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന് എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന് 1.18% കേരളം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൽ എത്ര ശതമാനമാണ് കേരളം? 1.18% കേരളം. ഇനി കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏതാണ്? കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം കുണ്ടറയാണ്. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏതാണ്? കുണ്ടറ. മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പെഡോളജി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. തനിമ, കൃത്തിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? തനിമ, കൃത്തിക എന്നീ പദ്ധതികൾ തനിമ, കൃത്തിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? കൈത്തറി മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളാണ് തനിമ, കൃത്തിക എന്നിവ. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്ട് എവിടെയാണ് അത് പ്രാവർത്തികമാക്കുന്നത്? നീണ്ടകരയാണ്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്ട് നീണ്ടകരയിലാണ്. അടുത്ത ചോദ്യം, KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് എവിടെയാണ്? KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ബ്രഹ്മപുരത്താണ്. അപ്പൊ KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ്? ബ്രഹ്മപുരം.
കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം നിലമ്പൂരാണ്. നിലമ്പൂരാണ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഡിണ്ടിഗലും കൊല്ലവുമാണ്. ഡിണ്ടിഗലും കൊല്ലവുമാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. കേരളത്തിലെ വിവേകാനന്ദൻ അറിയപ്പെടുന്ന ആരാണ്? ആഗമാനന്ദ സ്വാമിയാണ് കേരളത്തിലെ വിവേകാനന്ദ അറിയപ്പെടുന്നത്. കേരളത്തിലെ വിവേകാനന്ദ അറിയപ്പെടുന്ന ആഗമാനന്ദ സ്വാമിയാണ്. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? അക്കാമ ചെറിയനാണ് 1114 കഥ എന്ന കൃതി രചിച്ചത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആദ്യത്തെ വനിത ആരാണ്? അക്കാമ ചെറിയനാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? വെങ്ങാനൂരാണ്. 1999 അയ്യങ്കാളി കേരളത്തിലെ ആദ്യ കർഷക സമരം സംഘടിപ്പിച്ചത് വെങ്ങാനൂരാണ്. കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് അയ്യങ്കാളിയാണ്. 1999 വെങ്ങാനൂരാണ്. അതുപോലെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആക്ടിംഗ് പ്രസിഡന്റ് ആദ്യ വനിത ആരെന്ന് അക്കാമച്ചെറിയൻ. അവരുടെ കൃതിയാണ് 1114 എന്റെ കഥ. 1114 കഥ എന്നത് അത് അവരുടെ അക്കാമച്ചെറിയന്റെ കൃതിയാണ്. അടുത്ത ചോദ്യം, 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പ്രതിഷേധിച്ച നവോത്ഥാന നായകനാണ്. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? അപ്പൊ എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരിയിലെ ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. ഒന്നാം പഴശ്ശി കലാപം അവസാനിപ്പിച്ച വർഷം? ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം 1797. 1797 ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി ബന്ധപ്പെട്ട കലാപം ഏതാണ്? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി ബന്ധപ്പെട്ട കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. എന്താണ് അഞ്ചുതെങ്ങ് കലാപം? ഇനി ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? പുരളിമല പഴശ്ശി വിപ്ലവത്തിനാണ് സാക്ഷ്യം വെച്ചത്. പുരളിമല ഏത് വിപ്ലവത്തിനാണ് സാക്ഷ്യം വെച്ചത്? പഴശ്ശി വിപ്ലവത്തിനാണ്. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം ഏതാണ്? 1930. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം ഏതാണ്? 1930. ഈ മനുഷ്യ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം? മനുഷ്യരൂപങ്ങളുടെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? ശ്വാസകോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. ഈ മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ്. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലോഗേറ്റ ആണ് ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഈ മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം. സെറിബെല്ലമാണ് മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം. പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി. പേശികളെ കുറിച്ചുള്ള പഠനം എന്താ പേരിൽ അറിയപ്പെടുന്നു? മയോളജി. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ സി ആണ്. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി ആണ്. ഇനി വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന ഏതാണ്? ബയോട്ടിൻ ആണ് വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ. സേഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി? സേഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി അപ്പോളോ ഹോസ്പിറ്റൽ ആണ്. സേഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി ഏതാണ്? അപ്പോളോ ഹോസ്പിറ്റൽ ആണ്. റേച്ചൽ കേഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? റേച്ചൽ കേഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം DDT ആണ്. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിക കണികകൾ ഏവ? ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിക് കണികകളാണ് ഇലക്ട്രോണുകൾ. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ സിങ്ക് ലോഹത്തിന്റെ അയിരാണ്. ഭാവിയിലെ ഇന്ധനം? ഹൈഡ്രജൻ ആണ് ഭാവിയിലെ ഇന്ധനം എന്ന് അറിയപ്പെടുന്നത്. ഈ ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. ലേസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്ന സാധിക്കാത്ത മൂലകം ഏതാണ്? ലേസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകമാണ് ഓക്സിജൻ. ഈ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് എന്നറിയപ്പെടുന്ന ഊർജ്ജമാണ്. പ്രവർത്തിക്കാനുള്ള കഴിവാണ് ഊർജ്ജം എന്നറിയപ്പെടുന്നത്. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? ദ്രവ്യത്തിന് 7 അവസ്ഥകളാണ് ഉള്ളത്. ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്ര ഡൈൻ ആണ്? ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ
10⁵ 10⁵5 ഡൈൻ ആണ്. അപ്പൊ 10⁵5 ഡൈൻ ആണ് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. സൗരയൂഥത്തിൽ നിന്നും പുറത്തായ ഗ്രഹം ഏതാണ്? പ്ലൂട്ടോ എന്ന ഗ്രഹമാണ് സൗരയൂഥത്തിൽ നിന്നും പുറത്തായ ഗ്രഹം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10th ലെവൽ പ്രിലിംസിന്റെ ബാക്കി ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ബാക്കി പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായും നിങ്ങൾ ആ ക്ലാസ് മിസ്സാക്കാതെ തന്നെ കാണുക, നിങ്ങൾക്ക് അത് തീർച്ചയായും ഉപകാരപ്പെടും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Bye from me. Thank you.